അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് ഫഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഖ്സിയ അനിൻ നാരി വഉദ്ഖിലൽ ജന്നഹ ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമാ വതുഖൻ വഹുദൻ വഫഖിഹ്നാ ഫിദ്ദീൻ. ഏറെ ബഹുമാനമുള്ള ഏറ്റവും പ്രിയം നിറഞ്ഞ വിദ്യാർത്ഥിനികളെ, അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും നമ്മളിലെല്ലാം വർഷിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ ആമീൻ പറഞ്ഞില്ലേ? അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും നമുക്ക് ആവശ്യമില്ലേ? ആത്യന്തികമായിട്ട് നമുക്കുണ്ടാകേണ്ട ഒന്നാണ് അള്ളാഹുവിൻ്റെ രക്ഷയും അള്ളാഹുവിങ്കിൽ നിന്നുള്ള സക്കീനത്തും അള്ളാഹുവിൽ നിന്നുള്ള സമാധാനവും. സ്വപ്നങ്ങൾക്ക് നടുവിൽ എന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ സൂചിപ്പിക്കുവാനാണ് എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ടീൻ സ്പേസ് സംഘടിപ്പിക്കപ്പെട്ടതിൻ്റെ പിന്നിൽ, ഇത് ഓർഗനൈസ് ചെയ്യപ്പെട്ടതിൻ്റെ പിന്നിൽ വലിയൊരു ലക്ഷ്യമുണ്ട്, ഒരു പർപ്പസുണ്ട്. ഈ ദുനിയാവിലെ എല്ലാ കാര്യങ്ങൾക്കും ഓരോരോ ലക്ഷ്യങ്ങളുണ്ട്, ഓരോരോ പർപ്പസുകളുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ജീവിതത്തിൻ്റെ പിന്നിൽ ഒരു ലക്ഷ്യവുമില്ല, യാതൊരുവിധ ഉദ്ദേശങ്ങളും ആവശ്യമില്ല. നമ്മൾ ഇവിടെ ഇങ്ങനെ തിന്നും കുടിച്ചും കഴിഞ്ഞുകൂടിയാൽ മാത്രം മതി. അതിനപ്പുറത്തേക്ക് ലൈഫ് ഒരു പർപ്പസ്ലെസ് ആയിട്ടുള്ള, പ്രത്യേകിച്ച് ഒരു ലക്ഷ്യവുമില്ലാത്ത എയിംലെസ് ആയ ഒന്നാണ് ജീവിതം എന്ന് പറയുന്നത്. എത്രത്തോളം ഇഗ്നോറൻ്റായ, എത്രത്തോളം അജ്ഞത നിറഞ്ഞ, ഒരിക്കലും നമ്മുടെ ലോജിക്ക് കൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു കാര്യമാണത്. നമ്മുടെ ജീവിതത്തിന് വലിയ ലക്ഷ്യമുണ്ട്, നമ്മുടെ ലൈഫിന് ഒരു അൾട്ടിമേറ്റ് പർപ്പസ് ഉണ്ട്. അള്ളാഹു നമ്മളെല്ലാവരെയും ഇങ്ങോട്ട് പറഞ്ഞയച്ചതിൻ്റെ പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട്. ഇപ്പോൾ ഈ സംസാരം തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പ് നിങ്ങൾക്ക് ചില നിർദ്ദേശങ്ങൾ ഇവിടെ കിട്ടി. ആ നിർദ്ദേശങ്ങളുടെ സമയത്ത് നിങ്ങളോട് പറഞ്ഞു, ഒരു സദസ്സിൻ്റെ എല്ലാ മര്യാദകളും കാത്തു സൂക്ഷിച്ചുകൊണ്ട് വേണം വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളൊക്കെ ഇവിടെ ഇരിക്കാനെന്ന്. നന്മ പറഞ്ഞു കൊടുക്കുന്ന, നല്ല കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു സദസ്സിൽ നമ്മൾ ഇരിക്കുമ്പോൾ വളരെ മര്യാദയോടുകൂടി, വളരെ ഒബീഡിയൻ്റായി, അനുസരണയോടുകൂടി നല്ല ശ്രദ്ധിച്ചിരിക്കുക എന്ന് പറയുന്നത് ഇത്തരം സദസ്സിലുണ്ടാകേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ്. ഞാൻ എൻ്റെ സംസാരം തുടങ്ങുമ്പോൾ ഒരു ചരിത്ര സംഭവം പറഞ്ഞിട്ട് തുടങ്ങാം. നിങ്ങൾ ഇമാം മാലിക് റഹിമഹുല്ല എന്ന് കേട്ടിക്കണോ? കേട്ട എത്ര ആൾക്കാരുണ്ട്? ഇമാം മാലിക് എന്നുള്ള പേര് കേട്ട എത്ര ആൾക്കാരുണ്ട്? ഇമാം മാലിക് റഹിമഹുല്ല, യെസ്, ഗുഡ്. അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു ഹദീസ് ഗ്രന്ഥമുണ്ട്. അതാർക്കെങ്കിലും അറിയോ? ഏതാണ്? അഹ്സൻതി, ഗുഡ്. മുവത്ത എന്ന് പറയുന്നത് ഇമാം മാലിക് റഹിമഹുല്ല എന്ന് പറയുന്ന വളരെ പ്രഗത്ഭനായ ഒരു പണ്ഡിതൻ്റെ ഗ്രന്ഥത്തിൻ്റെ, ഹദീസ് ഗ്രന്ഥത്തിൻ്റെ പേരാണ്. ആ ഇമാം മാലിക് റഹിമഹുല്ല മദീനയിലെ മസ്ജിദുൻ നബവിയിൽ ഒരിക്കൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്ലാസ് കേൾക്കാൻ വേണ്ടി
ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾ വന്നിട്ടുണ്ട്, സ്റ്റുഡൻസ് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ടീം സ്പേസിലെ ക്ലാസ്സുകളും ഇവിടുത്തെ സെഷൻസും ഇവിടുത്തെ ആക്ടിവിറ്റീസൊക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ പല ഭാഗത്തുനിന്ന് വന്നവരല്ലേ? ഈ കൂർഗിൻ്റെ തന്നെ പല ഭാഗത്തുനിന്ന് വന്നവരല്ലേ നിങ്ങൾ? ആണ്. ഇതേപോലെ ഇമാം മാലിക് റഹിമഹുല്ല എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള പണ്ഡിതൻ്റെ ക്ലാസ് കേൾക്കാൻ വേണ്ടി ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള സ്റ്റുഡൻസ് വന്നിട്ടുണ്ട്. അതിലൊരു സ്റ്റുഡൻറ്റ് അന്തലുസ് എന്ന് പറയുന്ന നാട്ടിൽ നിന്നാണ്. അന്തലുസ് എന്ന് പറയുന്നത് ഒരു നാടിൻ്റെ അറബി പേരാണ്. ഞങ്ങൾക്ക് ഒരു ക്ലൂ തരാം, അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ആ നാടിൻ്റെ ഇംഗ്ലീഷ് പേര് പറയും, ആ നാടിൻ്റെ ശരിക്കുള്ള പേര് പറയും. 2010 ഫിഫ വേൾഡ് കപ്പ് നേടിയ രാജ്യമാണ്. ഏതാ? 2010 ഏതാണ്? സ്പെയിൻ. അന്തലുസ്. സ്പെയിൻ എന്ന് പറയുന്നത്, അന്തലുസ് എന്ന് പറഞ്ഞാൽ സ്പെയിനാണ്. അന്തലുസിൽ നിന്നുള്ള ഒരു സ്റ്റുഡൻ്റ് അവിടെ വന്നു, ഒരു വിദ്യാർത്ഥി. അവരെ പേരെന്താണെന്നറിയോ? യഹ്യ ബിൻ യഹ്യ അൽ-ലൈസി. യഹ്യ ബിൻ യഹ്യ അൽ-ലൈസി. ക്ലാസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്ലാസ് ഇങ്ങനെ നടക്കുമ്പോൾ കുറേ കുട്ടികൾ ഇരിക്കുന്നുണ്ട്, ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് അവിടെ. പക്ഷേ ആരോ ഒരാൾ ക്ലാസിൻ്റെ ഇടയിൽ നിന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞു, മസ്ജിദ് നബവിയുടെ പുറത്ത് ഒരു എലിഫൻ്റ്, ഒരു ആന വന്നിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ക്യൂരിയോസിറ്റി, ആനയെ കാണാൻ ഭയങ്കര ക്യൂരിയോസിറ്റി. കുട്ടികളൊക്കെ സദസ്സിൽ നിന്നുണ്ട് എണീച്ചിട്ട് ഇമാം മാലിക് റഹിമഹുല്ലയോട് ചോദിച്ചില്ല, നേരെ പുറത്തേക്ക് പോയി ആനയെ കാണാൻ. അല്ലേ? നമ്മളിപ്പോൾ ഒരു ഫ്ലൈറ്റ് പോകുന്നുണ്ട്, ഒരു ഹെലികോപ്റ്റർ പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരിക്കും, നമ്മളിങ്ങനെ നോക്കിയിട്ട് പുറത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കും. ഇതേപോലെ ആനയെ കാണാൻ വേണ്ടി കുട്ടികൾ പുറത്തേക്ക് ഓടിപ്പോയി. പക്ഷേ എല്ലാവരും പുറത്തേക്ക് പോയപ്പോഴും യഹ്യ ബിൻ യഹ്യ എന്ന് പറയുന്ന ആ ഒരു കുട്ടി മാത്രം അവിടെ തന്നെ ഇരുന്നു. അപ്പോൾ ഇമാം മാലിക് റഹിമഹുല്ലക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി. അദ്ദേഹം ചോദിച്ചു, അല്ല മോനെ, ഫ്രണ്ട്സൊക്കെ പോയല്ലോ പുറത്ത്, എന്താ നീ പോകാത്തത്? അപ്പോൾ ആ കുട്ടി പറയണം, ആ സ്റ്റുഡൻറ്റ് പറയാണ്, ഉസ്താദ്, ഞാൻ അന്തലുസിൽ നിന്ന്, സ്പെയിനിൽ നിന്ന് ഇവിടെ വന്ന് നിങ്ങളുടെ സ്റ്റുഡൻ്റായിട്ട് പഠിക്കാൻ വന്നത് ആന വന്നോ പോയോ എന്ന് നോക്കാനല്ല, ആനയെ കാണാനല്ല ഞാൻ വന്നത്. ഞാനിവിടെ വന്നതിൻ്റെ പിന്നിലൊരു എയിമുണ്ട്, എനിക്കൊരു പർപ്പസ് ഉണ്ട്. എന്താണ്? നിങ്ങളുടെ മുന്നിലിരുന്ന് നോളജ് നേടിയെടുക്കുക, നോളജ് ഗെയിൻ ചെയ്യുക, ദീന് പഠിക്കുക. അതിനു വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത്. ഇമാം മാലിക് റഹിമഹുല്ലക്ക് ആ കുട്ടിയോട് ഭയങ്കര ഇഷ്ടം തോന്നി, ഭയങ്കര റെസ്പെക്റ്റ് തോന്നി. കാരണം എത്രത്തോളം ശ്രദ്ധയോട് കൂടിയിട്ടാണ്, എത്രത്തോളം പർപ്പസ്ഫുള്ളായിട്ടാണ്, എത്രത്തോളം ഒബീഡിയൻ്റ് ആയിട്ടാണ് ആ കുട്ടി ഇരിക്കുന്നത് നോക്കൂ. ഞാൻ എന്തിനാണ് ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലക്ക് ഈ സംഭവം എന്ന് പറഞ്ഞത് എന്തിനാ നിങ്ങൾക്ക് മനസ്സിലായോ? എന്തിനാ പറഞ്ഞത്? ഇങ്ങനെ കുറേ സെഷനുകൾ ഇവിടെ ഉണ്ടാവും. ചില ആളുകൾ ഇങ്ങനെ ക്ലാസ്സിൻ്റെ ഇടയിൽ ഇങ്ങോട്ട് ഇങ്ങനെ കടന്നു വരും. ചിലപ്പോൾ ചില ആളുകൾ എന്തെങ്കിലുമൊക്കെ ഉദ്ദേശത്തിന് വേണ്ടി, ആവശ്യത്തിന് വേണ്ടി പുറത്തേക്ക് പോകും. അപ്പം നിങ്ങളിങ്ങനെ അവരെങ്ങനെ ശ്രദ്ധിക്കുക, വരുന്ന ആൾക്കാരെങ്ങനെ ശ്രദ്ധിക്കുക. ഇതിനൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഇവിടുത്തെ ക്ലാസ് നിങ്ങൾക്ക് ലിസൺ ചെയ്യാൻ പറ്റൂല, ശരിക്കും കേൾക്കാൻ പറ്റൂല. അപ്പം നിങ്ങൾക്കതിൻ്റെ പോയിൻറ്റ്സുകൾ കിട്ടാതെ പോകും. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, ഇവിടെ നടക്കുന്ന ഓരോ സെഷനുകളും കുറഞ്ഞ സമയം ഉണ്ടാവുള്ളൂ. ആ സമയം നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കണം. നിങ്ങളുടെ നോട്ട്സിൽ നിങ്ങൾ ഇതിലെ പോയിൻറ്റ്സുകൾ എഴുതി വെക്കണം, ആവശ്യമെങ്കിൽ എഴുതി വെക്കണം. ഓക്കെ? പറ്റുമെങ്കിൽ ഇന്ന് നിങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോയതിന് ശേഷം നിങ്ങൾ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യുമ്പോൾ, യൂട്യൂബ് ഉപയോഗിക്കുമ്പോൾ, ക്രോം ഉപയോഗിക്കുമ്പോൾ നിങ്ങളതിൽ ഒരു പേര് ടൈപ്പ് ചെയ്യുക. അൽ ബിദായ അറബി ചാനൽ. അൽ ബിദായ എന്ന പേരിൽ ഒരു അറബി ചാനലുണ്ട്, അൽ ബിദായ. ആ ചാനൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ഒരു ഇൻ്റർവ്യൂ കാണാം. ആ ഇൻ്റർവ്യൂ അബ്ദുള്ള ബാനിഅമ എന്ന് പറയുന്ന ഒരു യുവാവുമായിട്ട്, ഒരു യങ്ങായിട്ടുള്ള ഒരാളുമായിട്ട്, ഒരു യുവാവുമായിട്ട് നടക്കുന്ന ഇൻ്റർവ്യൂ ആണ്. എന്താണ് ചാനലിൻ്റെ പേര്? അൽ ബിദായ. അതിൽ ആരുമായിട്ടാണ് ഇൻ്റർവ്യൂ? അബ്ദുള്ള ബാനിഅമ. ഏത് അറബ് ചാനലാണ് അത് നടത്തുന്നത്?
അൽ ബിദായ എന്ന് പറയുന്ന അറബ് ചാനൽ. അബ്ദുള്ള ബാൻ നിഅമ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഇതെന്തോ വലിയ ഫേമസ് ആയിട്ടുള്ള എന്തോ വലിയൊരാളാണ്, ഭയങ്കര ഒരു വലിയ സെലിബ്രിറ്റി ആണെന്നൊന്നും വിചാരിക്കരുത്. ഒരു യുവാവ്, അയാളിങ്ങനെ വന്നിട്ട് ക്യാമറൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നല്ല ചെയ്യുന്നത്. അയാൾ ഒരു കട്ടിലിൽ ഒരു ബെഡിൽ ഇങ്ങനെ നിശ്ചലമായിട്ട് കിടക്കുകയാണ്. ശരീരത്തിൻ്റെ ഒരു പാർട്ട് പോലും, ബോഡിയിലെ ഒരു പാർട്ട് പോലും അയാൾക്ക് ചലിപ്പിക്കാൻ പറ്റൂല, അനക്കാൻ പറ്റൂല. അങ്ങനെ സ്റ്റില്ലായിട്ട് അയാൾ അങ്ങനെ കിടക്കുകയാണ്, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയാതെ. സംസാരിക്കാൻ പറ്റും, കേൾക്കാൻ പറ്റും, കാണാൻ പറ്റും, ബുദ്ധിക്കൊന്നും കുഴപ്പമില്ല. പക്ഷെ ശരീരത്തിലെ ഒരു ഭാഗവും അനക്കാൻ കഴിയാതെ അയാൾ ഇങ്ങനെ കിടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിട്ട് മൈക്ക് ഇങ്ങനെ കാണിച്ചിട്ട് ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയോ? അബ്ദുള്ള, ഇനി ലൈഫിൽ എന്തെങ്കിലും നീഡ്സുകളുണ്ടോ? എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ? എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ? എന്തെങ്കിലും ആഗ്രഹങ്ങൾ അബ്ദുള്ള നിനക്കുണ്ടോ? ലൈഫിൽ, ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ലക്ഷ്യങ്ങളുണ്ടോ? ഇങ്ങനെ ചോദിക്കാൻ കാരണം എന്താണെന്നറിയോ? അബ്ദുള്ള എന്ന് പറയുന്നത് ഈ പയ്യൻ ആയ കാലത്ത് അദ്ദേഹത്തിൻ്റെ കൗമാര സമയത്തൊക്കെ, അതായത് നിങ്ങളുടെയൊക്കെ ഈ ഒരു പ്രായത്തിൽ പരമാവധി എൻ്റർടൈൻ ചെയ്ത് ഫുള്ള് അടിച്ചു പൊളിച്ചിങ്ങനെ ജീവിച്ച ഒരാളാണ്. ഫുള്ള് മാക്സിമം എൻജോയ് ചെയ്യുക, പരമാവധി എൻജോയ് ചെയ്യുക, ഈ ഒരു ലക്ഷ്യത്തിൽ ജീവിച്ച ആളായിരുന്നു അബ്ദുള്ള ബാൻ നിഅമ. അങ്ങനെ ആ എൻജോയ് ചെയ്ത് ഇങ്ങനെ പാറി നടക്കുന്ന സമയത്ത് ഒരു ചെറിയ ആക്സിഡൻറ്റ് പറ്റിയതാണ്. ആക്സിഡൻറ്റ് പറ്റിയപ്പോൾ ആളെ ബോഡി മൊത്തം കൊണ്ട് നിശ്ചലായി, ഒന്നും ചെയ്യാൻ പറ്റാതെ ആൾ കട്ടിലിൽ കിടക്കുകയാണ്. ഇത് ഞാൻ വെറുതെ പറയുന്ന കാര്യമൊന്നുമല്ല കേട്ടോ, ഞാൻ നിങ്ങൾക്ക് ചാനലിൻ്റെ പേര് പറഞ്ഞെന്നു, ആളുടെ പേര് പറഞ്ഞെന്നു, നിങ്ങൾക്കിത് പരിശോധിക്കാവുന്നതാണ്. അങ്ങനെ അബ്ദുള്ള ബാൻ നിഅമ അങ്ങനെ കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നിട്ട് ഈ മൈക്ക് പിടിച്ചിട്ട് ഈ ചാനലിൻ്റെ ആൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്, അബ്ദുള്ള, ഇനി ലൈഫിൽ എന്തെങ്കിലും നീഡ്സ് ഉണ്ടോ എന്ന്. അപ്പോൾ അബ്ദുള്ള പറയുന്നത് എന്താണെന്നറിയോ? എനിക്ക് 3 ആഗ്രഹങ്ങളുണ്ട്. എൻ്റെ ലൈഫിൽ അച്ചീവ് ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്ന 3 കാര്യങ്ങൾ. ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അബ്ദുള്ള എന്തോ കുറേ പൈസ ഉണ്ടാക്കണം, പണം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തോ നല്ല ഒരു വലിയ ലക്ഷറി കാർ വാങ്ങാനാണ് അബ്ദുള്ളാൻ്റെ ആഗ്രഹം എന്ന്. ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തോ വലിയ ബിസിനസ് തുടങ്ങാനാണ് അബ്ദുള്ളാൻ്റെ ആഗ്രഹം എന്ന്. ഇതൊന്നുമല്ല, അബ്ദുള്ളയുടെ ആഗ്രഹങ്ങൾ വെറും 3 ആഗ്രഹങ്ങൾ മാത്രമാണ്. 3 ആഗ്രഹങ്ങളേ ഉള്ളൂ. ആ 3 ആഗ്രഹങ്ങൾ കേട്ടാൽ സത്യം പറഞ്ഞാൽ നമ്മളെന്നെ ആകെ തളർന്നു പോകും. ആ 3 ആഗ്രഹങ്ങൾ അബ്ദുള്ള പറഞ്ഞെന്താണെന്നറിയോ? ഒന്നാമത്തെ ആഗ്രഹം പറഞ്ഞെന്താണെന്നറിയോ? അവൻ്റെ ഏറ്റവും വലിയൊരു ലൈഫിൽ അവൻ കാണുന്നൊരു ഡ്രീം, ഇനി ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരു കാര്യം അവൻ പറയാണ്, എനിക്കെൻ്റെ ഉമ്മാനെ ഈ കൈകൾ കൊണ്ടിങ്ങനെ ചേർത്ത് പിടിക്കണം, എന്നിട്ട് എൻ്റെ ഉമ്മാൻ്റെ കവിളത്തും എൻ്റെ ഉമ്മാൻ്റെ നെറ്റിയിലൊക്കെ എനിക്ക് ഉമ്മ കൊടുക്കണം. ഒരു മനുഷ്യൻ്റെ, ഒരു യുവാവിൻ്റെ ആഗ്രഹമാണ്, ഒരു യങ്ങായിട്ടുള്ള ഒരു പയ്യൻ്റെ, ഒരു ചെക്കൻ്റെ ആഗ്രഹമാണിത്. എൻ്റെ ഉമ്മാൻ്റെ കവിളത്തും നെറ്റിയിലൊക്കെ എനിക്ക് ഉമ്മ കൊടുക്കണം, എൻ്റെ ഉമ്മാനെ ഇങ്ങനെ ചേർത്ത് പിടിക്കണം 2 കൈകൾ കൊണ്ട്. അവൻ പറയാണ്, എൻ്റെ കൈകൾ, എൻ്റെ വിരലുകൾ പോലും, എൻ്റെ ഒരു ഫിംഗർ പോലും ചലിപ്പിക്കാൻ എനിക്ക് പറ്റൂല എന്ന് എനിക്കറിയാം. എന്താ പറയാൻ കാരണം എന്നറിയോ? ഒരു കാലത്ത് ഉമ്മ പറഞ്ഞ ഒരു കാര്യവും, ഉമ്മ എന്നോട് പറഞ്ഞ ഒരൊറ്റ കാര്യവും ഞാൻ അനുസരിച്ചിട്ടില്ല. ഞാൻ ഉമ്മ പറയുന്നതൊന്നും കേൾക്കാതെ ഞാൻ അങ്ങനെ പാറി നടക്കുകയായിരുന്നു. ഉമ്മ എന്തെങ്കിലും ഉപദേശം തന്നാൽ ഉമ്മാനോട് ദേഷ്യം വെച്ച്, ഉമ്മാനോട് വൈരാഗ്യം കാണിച്ച്, വെറുപ്പ് വെച്ച്, നിങ്ങളെന്നെ ഉപദേശിക്കണ്ട, നിങ്ങളെ ഒരു അഡ്വൈസും എനിക്ക് വേണ്ട, നിങ്ങൾ മാറിക്ക്, നിങ്ങളൊക്കെ തന്ത വൈബിൻ്റെ ആൾക്കാരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മാരെന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരുമ്പോൾ നമ്മൾ ഉപ്പാരെന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ പറയും, നിങ്ങളൊക്കെ തന്ത വൈബിൻ്റെ ആൾക്കാരാണ്, നിങ്ങൾക്കൊന്നും ഞങ്ങളുടെ വൈബ് അറിയില്ല, നിങ്ങളോട് മാറിക്ക് എന്ന് പറയും. ഞങ്ങളുടെ ഒരു പൾസ് എന്താണെന്ന്, ഞങ്ങളുടെ ഒരു എൻ്റർടൈൻമെൻറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല, നിങ്ങൾ മാറിക്ക് എന്ന് പറയും. അങ്ങനെ ഉമ്മാനെ ഞാൻ ഒരു സമയത്ത് തീരെ അനുസരിച്ചില്ല, എൻ്റെ ഉപ്പാനെ ഞാൻ തീരെ അനുസരിച്ചില്ല. എന്നിട്ട് ഞാൻ ഇങ്ങനെ കിടക്കുമ്പോഴും, ഈ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോഴും എൻ്റെ ഉമ്മയാണ് എന്നെ ഇങ്ങനെ 2 കൈകൾ കൊണ്ട് കൊണ്ടുപോകുന്നത്, ബാത്റൂമിലേക്ക് കൊണ്ടുപോകുന്നത്. ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിക്കുന്നത് എൻ്റെ ഉമ്മയാണ്. എന്നെ കഴുകി വൃത്തിയാക്കുന്നത്, എന്നെ വാഷ് ചെയ്യുന്നത് എൻ്റെ ഉമ്മയാണ്. എനിക്ക് മെഡിസിൻ തരുന്നത്, എൻ്റെ വായിലേക്ക് ഓരോ ടാബ്ലറ്റും വെച്ച് തന്നിട്ട് എനിക്ക് വെള്ളം കുടിപ്പിച്ച് തരുന്നത് എൻ്റെ ഉമ്മയാണ്. ഈ ഉമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ആ ഉമ്മാൻ്റെ നെറ്റി ഒന്നിങ്ങനെ ചുളിയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായി, വലിയ പ്രയാസമായി ഇവനെക്കൊണ്ട്. അങ്ങനെ ഒരു സമയത്ത് പോലും എൻ്റെ ഉമ്മ ചിന്തിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല.
ഉമ്മാൻ്റെ മുഖത്ത് അങ്ങനെ ഒരു കാര്യവും ഞാൻ കണ്ടിട്ടില്ല. ആ ഉമ്മാനോട് എനിക്കിപ്പോൾ വല്ലാത്ത ഇഷ്ടം തോന്നുകയാണ്. ആ ഉമ്മാനെ ചേർത്ത് പിടിച്ച് ഉമ്മ കൊടുക്കാനാണ് എനിക്ക് ആഗ്രഹം. പക്ഷെ എനിക്കത് പറ്റൂല. അവൻ്റെ ഡ്രീമാണ് കേട്ടോ, അവൻ്റെ സ്വപ്നമാണ്. രണ്ടാമത്തെ അവൻ്റെ ആഗ്രഹം അവൻ പറഞ്ഞാൽ എന്താണെന്നറിയോ? എനിക്ക് എൻ്റെ കൈകൾ ഉപയോഗിച്ചിട്ട്, എൻ്റെ വിരലുകൾ ഉപയോഗിച്ച് ഖുർആനിലെ മുസ്ഹഫിലെ ഓരോ പേജുകൾ ഇങ്ങനെ മറിച്ചിട്ട് ഖുർആൻ ഓതണം. അവൻ്റെ ആഗ്രഹമാണ്. രണ്ടാമത്തെ അവൻ്റെ ആഗ്രഹമാണ്. മുസ്ഹഫ് എടുത്തിട്ട് പേജുകൾ ഇങ്ങനെ മറിച്ച് നോക്കിയിട്ട് എനിക്ക് ഖുർആൻ ഓതണം. പക്ഷെ എനിക്കത് കഴിയൂല, എൻ്റെ കൈ ഒന്ന് ചലിപ്പിക്കാൻ പോലും എനിക്ക് പറ്റൂല. എന്നിട്ട് മൂന്നാമത്തെ ഒരു ആഗ്രഹം അവൻ പറയുന്നത് എന്താണെന്നറിയോ? എനിക്ക് എൻ്റെ ഈ നെറ്റിത്തടം, എൻ്റെ ഈ തല, അത് സുജൂദിൽ വെച്ചിട്ട് എനിക്ക് നിസ്കരിക്കണം. പക്ഷേ ഞാൻ ഈ കിടന്ന കിടപ്പിലാണ് ഇപ്പോൾ നിസ്കരിക്കുന്നത്. ഇങ്ങനെ കിടന്നിട്ടാണ് ഞാൻ നിസ്കരിക്കുന്നത്. ഞാനിങ്ങനെ എൻ്റെ മൈൻഡിലാണ്, എൻ്റെ മനസ്സിലാണ് നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നത്. എൻ്റെ ഒരു കൈയും ഒരു കാലും എനിക്ക് ചലിപ്പിക്കാൻ പറ്റൂല, ഒന്നും ചെയ്യാൻ പറ്റൂല. ഞാനിങ്ങനെ കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കുകയുള്ളൂ. എന്നിട്ട് അവനെന്ത് ചെയ്യാൻ പറ്റുന്നില്ല? സുജൂദ് ചെയ്ത് നിസ്കരിക്കണം. നെറ്റിത്തടം ഈ ഭാഗം സുജൂദിൽ വെക്കണം, ഭൂമിയിൽ വെക്കണം. അതവന് ആഗ്രഹമുണ്ട്, പക്ഷെ അവന് പറ്റുന്നില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചോക്ക്. നിങ്ങളുടെ അടുക്കലേക്ക് ഞാനൊരു വെള്ള പേപ്പർ, ഒരു വൈറ്റ് A4 ഷീറ്റ് നിങ്ങൾക്ക് തരികയാണ്, ഒരു പെന്നും തരികയാണ്. എന്നിട്ട് നിങ്ങളോട് പറയണം നിങ്ങളുടെ ഡ്രീംസൊക്കെ നിങ്ങൾ എഴുതുമെന്ന് പറഞ്ഞാൽ ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ പറയും, സാർ എനിക്കൊരു അഡീഷണൽ ഷീറ്റ് തരുമോ എന്ന് പറയും. കുറേ ആഗ്രഹങ്ങൾ ഇനി എഴുതാണ്ട്, ഒരുപാട് സ്വപ്നങ്ങൾ, ഒരുപാട് ഡ്രീംസ് നമുക്ക് അച്ചീവ് ചെയ്യാനുണ്ട്. എലോൺ മസ്കിനെ പോലെ ആവണം, ബിൽഗേറ്റ്സിനെ പോലെ ആവണം, അല്ലെങ്കിൽ ഷുമാക്കറിനെ പോലെ ആകണം, അല്ലെങ്കിൽ വലിയൊരു ബിസിനസ്മാൻ ആകണം. ഇങ്ങനെ എന്തൊക്കെയോ ആഗ്രഹങ്ങൾ, സ്വപ്നം കാണുന്നുണ്ട് നമ്മൾ. വലിയൊരു ട്രാവലർ ആകണം. ഭയങ്കര എന്തൊക്കെയോ ലക്ഷ്യങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. പക്ഷേ അബ്ദുള്ള ബാനി അഹ്മ എന്ന് പറയുന്ന ഈ പയ്യൻ നിങ്ങളുടെയൊക്കെ പ്രായം തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അവനൊരു ആക്സിഡൻറ്റ് സംഭവിച്ചതാണ്. അവൻ്റെ ആഗ്രഹങ്ങളെല്ലാം മാറിമറിഞ്ഞു, എല്ലാം ടോട്ടലി ചേഞ്ച്ഡ്. എന്നിട്ട് അവൻ പറയുന്ന ആഗ്രഹങ്ങൾ എന്താണ്? ഉമ്മാനെ കൂട്ടിപ്പിടിച്ച് ഉമ്മാക്കൊരു ഉമ്മ കൊടുക്കണം, നിസ്കരിക്കാൻ പറ്റണം, ഖുർആൻ ഓതാൻ പറ്റണം. ഇതൊക്കെയാണ് അവൻ്റെ ആഗ്രഹം. എന്നിട്ട് അവൻ തിരിച്ച് അവനെ കേൾക്കുന്ന ആൾക്കാരോട് അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കുകയാണ്. ഈ കൂട്ടത്തിൽ എന്നെ കേൾക്കുന്ന ആളുകളോട് ആർക്കൊക്കെയാണ് അള്ളാഹുവിനെ ഇഷ്ടമുള്ളത്? എല്ലാവരും ഇങ്ങനെ കൈപൊക്കി. അബ്ദുള്ള ബാനി അഹ്മ പറയാണ്, നിങ്ങൾ കൈ പൊക്കുന്ന പോലെ, ഹാൻഡ് റൈസ് ചെയ്ത പോലെ എനിക്കും ഹാൻഡ് റൈസ് ചെയ്യണമെന്നുണ്ട്. പക്ഷെ എൻ്റെ കൈയൊന്നും പൊന്തൂല, എൻ്റെ കൈയൊന്നും പൊക്കാൻ പറ്റൂല. ആംഗ്യങ്ങൾ കാണിക്കാൻ പോലും, ജസ്റ്റേഴ്സുകൾ പോലും അവന് പറ്റുന്നില്ല. ഇത്രയേ ഉള്ളൂ നമ്മുടെയൊക്കെ കാര്യം എന്ന് പറയുന്നത്. ഞാൻ വരുന്നത് കേരളത്തിലെ മലപ്പുറം ജില്ല എന്ന് പറയുന്ന ഒരു സ്ഥലത്തു നിന്നാണ്. മലപ്പുറം ജില്ല കേട്ടിട്ടുണ്ടാവില്ലേ നിങ്ങൾ? കോട്ടക്കൽ എന്ന് പറയുന്ന സ്ഥലം കേട്ടിട്ടുണ്ടോ? കോട്ടക്കൽ അറിയാലോ? കോട്ടക്കലിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് സ്റ്റുഡൻസ് പഠിക്കുന്ന ഒരു വലിയൊരു സ്കൂളുണ്ട്. PKMHS എന്നാണ് അതിൻ്റെ പേര്. PKMHS സ്കൂള് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എടരിക്കോട് എന്ന് പറയുന്ന, കോട്ടക്കലിലെ എടരിക്കോട് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ആ സ്ഥലത്ത് അവിടെയുള്ള ഈ PKMHS സ്കൂളിൽ ഈ അടുത്ത് ഒരു കുട്ടി മരണപ്പെട്ടു. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി. ആ കുട്ടിയുടെ പേര് ഇഷൽ ആലിയ. നിങ്ങളുടെയൊക്കെ ഇവിടെ ഇരിക്കുന്ന ഈ കുട്ടികളുടെയൊക്കെ പ്രായമുള്ളൂ. എന്താ മരിക്കാൻ കാരണം എന്നറിയോ? ആ കുട്ടി സ്കൂളിലെ സ്കൂളിലെ ഇലക്ഷൻ നടക്കൂലേ, ഇലക്ഷൻ നടന്നപ്പോൾ ആ കുട്ടി വിൻ ചെയ്തത് 6000 വോട്ടിനാണ്. അതായത് അവിടുത്തെ ഒരു മാസ് ലെവൽ ഒരുപാട് സ്റ്റുഡൻസ് ആ കുട്ടിയെ എലക്ട് ചെയ്തു. ആ കുട്ടിയോട് അത്രയും ഇഷ്ടമായിരുന്നു ബാക്കിയുള്ളവർക്ക് എന്നാണ്. അത്രയും നല്ലൊരു മോള്, എല്ലാ കാര്യത്തിലും ആക്റ്റീവായി പ്രവർത്തിക്കുന്ന, ഓടിച്ചാടി നടക്കുന്ന, നല്ല ഹാർഡ് വർക്കിംഗ് മൈൻഡുള്ള ഒരു കുട്ടിയായിരുന്നു. ആ ഇഷൽ ആലിയ മരിച്ചത് പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ്, പെട്ടെന്നൊരു സമയത്താണ്. ഒരു സഡൻ ഡെത്ത് എന്ന് പറയാം. ആ കുട്ടി ഒരു ദിവസം സ്കൂളിലേക്ക് വന്നു, ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. പെട്ടെന്ന് ആ കുട്ടി കുഴഞ്ഞട് വീണു. സ്കൂളിൽ നിന്ന് ഒരു ദിവസം ക്ഷീണം വന്നു, കുട്ടി ടയേർഡായി കുഴഞ്ഞു വീണു. ഉടനെ തന്നെ ടീച്ചേഴ്സും സ്റ്റാഫുകളൊക്കെ ആ കുട്ടീനെ എടുത്തിട്ട് കോട്ടക്കലിലുള്ള അറിയപ്പെടുന്ന ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് കുട്ടിക്ക് ബ്രെയിൻ ഡെത്ത് സംഭവിച്ചിട്ടുണ്ട്, കുട്ടി മരിച്ചു. ഇത്രയേ ഉള്ളൂ നമ്മുടെയൊക്കെ കാര്യം. ഈ ടീൻ സ്പേസ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് എത്താൻ പറ്റുന്ന എന്ത് ഗ്യാരണ്ടിയാണ് നിങ്ങളുടെ എൻ്റെയും കാര്യത്തിലുള്ളത്? പറയും, എന്ത് ഗ്യാരണ്ടിയാണുള്ളത്? ഈ ടീൻ സ്പേസ് കഴിഞ്ഞ് ഇന്ന് ഈവനിങ്ങിൽ തിരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് പോകാൻ കഴിയുമെന്ന് ഷുവറായിട്ടുള്ള എത്ര ആൾക്കാരുണ്ട്? ഒന്ന് കൈവക്കാൻ പറ്റുമോ? പറ്റൂല.
ഞാൻ ഉപയോഗിക്കുന്ന ഫോണിന് ഏകദേശം എത്ര ഗ്യാരണ്ടി ഉണ്ടാവും എന്ന് എനിക്ക് പറയാൻ പറ്റും. നമ്മളുടെ കയ്യിലുള്ള ഗാഡ്ജറ്റ്സുകൾ, നമ്മൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് വാച്ചുകൾ, നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രസ്സ് എത്ര ക്വാളിറ്റി ഉണ്ട്, അത് എത്ര ടൈം ലാസ്റ്റ് ചെയ്യും, എത്ര വരെ കിട്ടും, എത്ര വരെ പോകും, ഒക്കെ നമുക്ക് പറയാൻ പറ്റും. ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത, ഒരു ഗ്യാരണ്ടിയും ഒരു നിലക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫാണ്, നമ്മുടെ ലൈഫ് തന്നെയാണ്. അതുകൊണ്ട് കളിയും ചിരിയും തമാശയും ഫ്രണ്ട്സും സ്കൂൾ ഒന്നും വേണ്ട. ഒരു 4 ചുമരിൻ്റെ ഉള്ളിൽ നമ്മളിങ്ങനെ ഒതുങ്ങിക്കൂടി ജീവിക്കണം എന്നല്ല പറയണത്. നമുക്ക് ഫ്രണ്ട്സ് വേണം, നമുക്ക് കൂട്ടുകാർ വേണം, നമുക്ക് കുടുംബക്കാർ വേണം, നമുക്ക് സ്കൂൾ വേണം, നമുക്ക് കോളേജ് വേണം, നമുക്ക് യൂണിവേഴ്സിറ്റികൾ വേണം, എല്ലാം വേണം. നമുക്ക് ലൈഫിൽ കളിയും ചിരിയും തമാശയും ഒക്കെ ഉണ്ടാവും, ജോക്സ് ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷേ അതിനപ്പുറത്ത് എൻ്റെ ജീവിതത്തിന് അള്ളാഹു ഒരു വലിയ ലക്ഷ്യം വെച്ചിട്ടുണ്ട് എന്ന ബോധം എപ്പോഴും നമുക്കുണ്ടാകണം. ഞാനിങ്ങനെ കുറേ കളിയും തമാശയും ചിരിയൊക്കെ ആയിട്ട് നടക്കുമ്പോഴും ഇതിനപ്പുറത്തേക്കൊരു ജീവിതം ഉണ്ട് എന്നുള്ള ബോധം അതെപ്പോഴും നമ്മളെ നയിച്ചു കൊണ്ടേയിരിക്കണം. ഞാൻ എൻ്റെ സംസാരം ആരംഭിച്ചത് പരിശുദ്ധ ഖുർആനിലെ 3-ാമത്തെ സൂറത്ത് ആലു ഇമ്രാൻ, അതിലെ 185, ആയത്ത് നമ്പർ 185, 185-ാമത്തെ ആയത്ത് ഓതിയിട്ടാണ്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ശരീരവും മരണം ആസ്വദിക്കാനുള്ളതാണ്, എല്ലാ ശരീരവും മരണം ആസ്വദിക്കും. ഫഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഖ്സിയ അനിൻ നാരി വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ആയത്ത് അറിയൂലേ? ആയത്ത് അറിയുന്ന ആളുകൾ ഉണ്ടാകും. അവിടെ അള്ളാഹു പറയുന്നത് എന്താണെന്നറിയോ? നിങ്ങളെല്ലാവരും മരിക്കും, ഇതാ ഞാനും മരിക്കും, നിങ്ങളും മരിക്കും, എല്ലാവരും മരിക്കും. ഇഷലാലിയ എന്ന് പറയുന്ന ആ മോള് അന്ന് സ്കൂളിലേക്ക് വരുമ്പോൾ പോലും അവൾക്ക് അറിയൂല എൻ്റെ മരണം ഇന്നാണ്. ഇന്ന് സ്കൂളിൽ നിന്ന് ഞാൻ കുഴഞ്ഞു വീഴും, എന്നെ എടുത്തു കൊണ്ടുപോകും. ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ഡോക്ടർമാർ പറയും ബ്രെയിൻ ഡെത്ത് സംഭവിച്ചിട്ടുണ്ട്, കുട്ടി മരിച്ചിട്ടുണ്ട് എന്ന് പറയും. ഈ കുട്ടി രാവിലെ സ്കൂളിൽ നിന്ന് കുളിച്ചു മാറ്റി ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കയ്യിൽ കരുതി ഉച്ചക്കുള്ള ലഞ്ചും കയ്യിൽ വെച്ച് ബുക്കും കാര്യങ്ങളും പുസ്തകങ്ങളൊക്കെ ടൈം ടേബിളെല്ലാം നോക്കി ബാഗിലേക്ക് ഇങ്ങനെ എടുത്തു വെക്കുമ്പോൾ ആ കുട്ടിക്ക് അറിയൂല ഇന്ന് ഞാൻ മരിക്കാനുള്ളതാണ്. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും അവസ്ഥ. ഇയാളെന്താണ് ഇങ്ങനെ മരണം പറഞ്ഞ് പേടിപ്പിക്കണമെന്ന് വിചാരിക്കേണ്ട. ഇതൊരു ഫാക്റ്റാണ്, ഇതൊരു സത്യം പറഞ്ഞതാണ്. നമ്മളെല്ലാവരും ഒരു ദിവസം ഈ ദുനിയാവിൽ നിന്ന് പോകാനുള്ളതാണ്. അള്ളാഹു പറയണ എല്ലാ ശരീരവും, എല്ലാ ആത്മാവും, എല്ലാ നഫ്സും മരണം ആസ്വദിക്കും. എന്നിട്ട് അള്ളാഹു തആല പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? പരിശുദ്ധ ഖുർആനിൽ നന്മ ചെയ്തവർക്ക് അള്ളാഹു തആല അവിടെ വെച്ച് പ്രതിഫലം നൽകും, തിന്മ ചെയ്തവർക്കും അതിൻ്റെ ശിക്ഷ നൽകും. ശരിക്കുള്ള നന്മ തരിക പടച്ചോനാണ് പരലോകത്ത് വെച്ചിട്ട്. ചെയ്തു കൂട്ടിയ എല്ലാ തിന്മകൾക്കുമുള്ള ശിക്ഷ അത് ശരിയായ രീതിയിൽ പരലോകത്ത് വെച്ചിട്ട് അള്ളാഹു അവിടുന്ന് നൽകുകയാണ് ചെയ്യുക. എന്നിട്ട് അള്ളാഹു പറയാണ്, ആരാണോ തൻ്റെ സ്വന്തം നഫ്സിനെ, സ്വന്തം ശരീരത്തെ, ആത്മാവിനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത് അവൻ വിജയിച്ചു. അപ്പം ശരിക്കുള്ള യഥാർത്ഥ വിജയം എന്ന് പറയുന്നത് എന്താണ്? യഥാർത്ഥ വിജയം എന്ന് പറയുന്നത് എന്താണ്? സ്വർഗത്തിലേക്ക് എത്തിപ്പെടുക, സ്വർഗം കിട്ടുക. ആ ഒരു സ്വർഗം നേടിയെടുക്കാൻ കഴിയുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നും ഈ ജീവിതത്തിലില്ല. കാരണം ഈ ലൈഫ് എന്ന് പറയുന്നത് വെറും താൽക്കാലികമാണ്, ഒരു ടെമ്പററി ലൈഫ് അത്രയൊക്കെ പറയാം. ഇത് പെർമനൻ്റ് ആണ്, ഇത് കാലാകാലവും. എങ്ങനെ നമുക്ക് പറയാൻ പറ്റുക? ഇത് വെറും താൽക്കാലിക ജീവിതമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമുക്കൊക്കെ ഒരു തോന്നലുണ്ട്, നമുക്കൊക്കെ ഒരു ചിന്ത ഉണ്ട്, 60 വയസ്സ് വരെ 70 വയസ്സ് വരെയൊക്കെ ഞാൻ ജീവിക്കുന്നു. ഉണ്ടോ? ഇല്ല. ഒരിക്കലും നമ്മുടെ ലൈഫിന് എത്ര ആയുസ്സുണ്ട്, നമ്മൾ എത്ര കാലം ജീവിക്കും, നമുക്ക് പറയാനേ പറ്റൂല. അതുകൊണ്ട് ഉള്ള കാലം ഏറ്റവും നന്നായിട്ട് ഉപയോഗപ്പെടുത്താൻ മാത്രമേ നമുക്ക് കഴിയുള്ളൂ. അള്ളാഹു പറയാണ്, വമൽ ഹയാത്തി ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ദുനിയാവ് എന്ന് പറയുന്നത് ഒരു വഞ്ചനയുടെ വിഭവമാണ്. നിങ്ങളെ ശരിക്ക് വഞ്ചിക്കും, ഇത് നിങ്ങളെ തെറ്റിപ്പിക്കും. ഈ ദുനിയാവ് കണ്ടിട്ട്, ഈ ലോകം കണ്ടിട്ട്, ഇവിടുത്തെ ഒരുപാട് അത്ഭുതങ്ങൾ കണ്ടിട്ട് അതിൽ വണ്ടർ അടിച്ചിട്ട് നിങ്ങൾ പറയും, ഓ എന്ത് രസമാണെന്ന്. സത്യത്തിൽ ഈ ദുനിയാവ് വെറും താൽക്കാലികമാണ്. ഇത് നമ്മളെ വഞ്ചിക്കുകയാണ്, നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഇവിടുത്തെ എല്ലാം കണ്ടിട്ട് ഇതാണെല്ലാം എന്ന് വിചാരിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. നേരെ മറിച്ച് ആ മരണത്തോടുകൂടി യഥാർത്ഥ ജീവിതത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കും. നമ്മളത് മരിച്ചാൽ പിന്നെ യഥാർത്ഥ ജീവിതത്തിലേക്ക്, ഒരു റിയൽ ലൈഫിലേക്ക് നമ്മളത് പ്രവേശിക്കും. ഒരു റിയൽ ലൈഫ് നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ആ പരലോകം, അവിടെ ശരിക്ക് നരകത്തിലാണ് നമ്മളെങ്കിൽ പിന്നെ നമ്മൾ കാലാകാലവും അവിടെ നരകത്തിലേക്ക് കടക്കേണ്ടി വരും. എല്ലാ കാലവും സ്വർഗം നേടിയെടുക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം. അതിനുവേണ്ടി ദുനിയാവ് നമുക്ക് നഷ്ടപ്പെട്ടാലും ഒരു കുഴപ്പമില്ല. ഞാനൊരു ചരിത്രം കൂടി നിങ്ങളുടെ മുന്നിൽ വെക്കാം. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു അല്ലേ? ഹിജറ പോയില്ലേ? മുഹമ്മദ് നബി മദീനയിലേക്ക്, മുഹമ്മദ് നബിയും സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളും പ്രവാചകൻ്റെ കമ്പാനിയൻസും അവർ മദീനയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നതിന് മുമ്പ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി പ്രവാചകൻ ഒരു അംബാസഡറെ അങ്ങോട്ട് അയച്ചു. ആരാന്നറിയോ? ഒരു സ്വഹാബി. ആരാ? മിസ്ഹബ് ബിനു ഉമൈർ എന്നാണ് ആ സ്വഹാബിയുടെ പേര്. എന്താണ്? മിസ്ഹബ് ബിനു ഉമൈർ. ആ സ്വഹാബിൻ്റെ കയ്യിൽ ഒരു തരം പെർഫ്യൂം ഉണ്ടായിരുന്നു. ആ പെർഫ്യൂം മിസ്ഹബ് ബിനു ഉമൈർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഡ്രസ്സിലൊക്കെ ഇങ്ങനെ ജസ്റ്റ് തേച്ച് കഴിഞ്ഞാൽ, ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്വഹാബാക്കൾക്ക് മനസ്സിലാവും മിസ്ഹബ് അതിലൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോയിട്ടുണ്ട്. അത്രത്തോളം നല്ല ഒരു പെർഫ്യൂം, അത്രയും എക്സ്പെൻസീവായ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പെർഫ്യൂം, നല്ല വിലപിടിപ്പുള്ളൊരു പെർഫ്യൂം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു. എന്തിനാണ് ഞാനിത് പറഞ്ഞതെന്നറിയോ? മിസ്ഹബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു മക്കയിൽ ജീവിക്കുന്ന കാലത്ത് അത്രയും റിച്ചായിരുന്നു ആൾ, പൈസക്കാരനായിരുന്നു, ഭയങ്കര റിച്ചായിട്ടുള്ള ആളായിരുന്നു. അങ്ങനെയുള്ള മിസ്ഹബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചപ്പോൾ, ദീന് സ്വീകരിച്ചപ്പോൾ അദ്ദേഹത്തിന് ഭൗതിക സൗകര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ നാട്ടിലുള്ള കുടുംബത്തിൽ നിന്നുള്ള സപ്പോർട്ടൊക്കെ നഷ്ടപ്പെട്ടു. അങ്ങനെ അദ്ദേഹം ആരുമല്ലാതായി തീർന്നു. അദ്ദേഹത്തിൻ്റെ ഉമ്മ അദ്ദേഹത്തെ ഉപേക്ഷിച്ചു, അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർ അദ്ദേഹത്തെ ഉപേക്ഷിച്ചു. അങ്ങനെ അദ്ദേഹം ഭയങ്കര സ്കില്ലുള്ള, നല്ല കഴിവുള്ള, വളരെ പൊട്ടൻഷ്യലുള്ള ഒരാളായിരുന്നു. ഇത് കണ്ടിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ മദീനയിലേക്ക് ഒരു അംബാസഡറായിട്ട് നിയോഗിച്ചു. മദീനയിൽ ചെന്നിട്ട് ഇസ്ലാമിനെ പറ്റി സംസാരിക്കാനും പറഞ്ഞു കൊടുക്കാനൊക്കെ. അവിടെ ചെന്നിട്ട് അദ്ദേഹം ആ ആ ഡ്യൂട്ടി അദ്ദേഹം വളരെ കൃത്യമായി, വളരെ ശരിയായ രൂപത്തിൽ നിർവഹിച്ചു, ചെയ്തു കൊടുത്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വന്നപ്പോൾ നബി ചോദിച്ചു, എവിടെയാണ് എൻ്റെ മിസ്ഹബ്? മിസ്ഹബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു മുഹമ്മദ് നബിയുടെ മുന്നിലേക്ക് ഇങ്ങനെ വന്നു. അദ്ദേഹത്തെ കണ്ടപ്പോൾ, മിസ്ഹബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കരയാൻ തുടങ്ങി. എന്താ കാരണം എന്നറിയോ? മക്കത്തുനിന്ന് മദീനയിലേക്ക് മിസ്ഹബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞയക്കുമ്പോൾ നല്ല സുമുഖനായ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, കാണാനൊക്കെ നല്ല രസമുള്ള ഒരു യങ്ങായിട്ടുള്ള പയ്യനായിരുന്നു, ഒരാളായിരുന്നു. പക്ഷേ മദീനയിലെത്തി ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ഒരുപാട് കൺജസ്റ്റഡായ ഭയങ്കര പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ച് അദ്ദേഹം മെലിഞ്ഞു പോയിട്ടുണ്ട്. ശരീരം പറ്റെ ശുഷ്കിച്ചു പോയി, പറ്റെ മെലിഞ്ഞു പോയി, ആകെ മെലിഞ്ഞുപോയി. കാണാനുള്ള ആ ഭംഗിയൊക്കെ പോയി അദ്ദേഹത്തെ. ഇസ്ലാമിന് വേണ്ടി, ദീനിന് വേണ്ടി മദീനയിൽ പ്രവർത്തിച്ചപ്പോൾ അദ്ദേഹത്തിന് ഭൗതിക സൗകര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. അങ്ങനെ അദ്ദേഹം ഒന്നും അല്ലാതായി. ഒരു ദിവസം അദ്ദേഹം 3 ടൈപ്പ് ഡ്രസ്സ് മാറ്റി ചേഞ്ച് ചെയ്യും, ധരിക്കും. ഒരു ദിവസം തന്നെ മക്കയിൽ ജീവിക്കുന്ന കാലത്ത് അത്രയും റിച്ചായിരുന്നു. രാവിലെ ധരിച്ച ഡ്രസ്സല്ല അദ്ദേഹം ഉച്ചക്ക് ധരിക്കുക, ഉച്ചക്ക് വിയർ ചെയ്ത ഡ്രസ്സല്ല അദ്ദേഹം രാത്രി ഇടുക. 3 ടൈപ്പ് ഡ്രസ്സ് മാറ്റിയിടും. അത്രയും റിച്ചായിട്ടുള്ള ഒരാളായിരുന്നു. അങ്ങനെയുള്ള മിസ്ഹബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകൻ ഖബറടക്കുമ്പോൾ അദ്ദേഹത്തെ ആ മയ്യത്തിനെങ്ങനെ കഫംപുടവ കൊണ്ട് മൂടുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, കരഞ്ഞിട്ടാണ് പറയുന്നത്, ഈ മിസ്ഹബിനെ ഞാൻ കണ്ടിരുന്നു, മക്കയിൽ വെച്ച് ഈ മിസ്ഹബിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹം പല ടൈപ്പ് ഡ്രസ്സുകൾ മാറ്റി ധരിക്കുമായിരുന്നു. ഒരുപാട് ഡ്രസ്സുകളൊക്കെ കയ്യിലുള്ള ആളായിരുന്നു. പക്ഷേ ആ മിസ്ഹബാണല്ലോ ഈ കിടക്കുന്നത്. ഒരൊറ്റ തുണിയാണുള്ളത്, ഒരു തുണിയാണുള്ളത്. ആ തുണി കൊണ്ട് തല മൂടുമ്പോൾ കാല് പുറത്ത് കാണും, കാല് മൂടുമ്പോൾ കാലുമ്മക്ക് ആ തുണി ഇങ്ങനെ ഇടാക്കുമ്പോൾ തല പുറത്ത് കാണും. അങ്ങനെ ഒരു ശരീരം മുഴുവൻ ഇങ്ങനെ കവർ ചെയ്യാൻ പോലും ഇല്ലാത്ത ഒരൊറ്റ തുണിയാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് മരിക്കുമ്പോൾ. ഞാൻ പറയുന്നത്, നമ്മളെയൊക്കെ എന്തൊക്കെയോ നേടിയെടുത്തു,
നമുക്കൊക്കെ എന്തൊക്കെയോ സുഖസൗകര്യങ്ങളുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഇൻസ്റ്റഗ്രാമിൻ്റെയും സോഷ്യൽ മീഡിയയുടെയൊക്കെ ലോകത്ത് ജീവിക്കുമ്പോൾ ഇതൊന്നും വേണ്ട, ഇതൊന്നും ഇല്ലാത്ത ഒരു ലോകത്തേക്ക് നമ്മൾ ഹിജറ പോകണമെന്നൊന്നും അല്ല പറയണത്. ഇതിൻ്റെയൊക്കെ ഇടയിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ ജീവിച്ചുകൊണ്ട് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും നമ്മുടെ ഇൻസ്റ്റാ അക്കൗണ്ടുകളും നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ടുകളും നമ്മുടെ വാട്സപ്പ് ആണെങ്കിലും നമ്മുടെ യൂട്യൂബുകളാണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളാണെങ്കിലും നമ്മുടെ ലൈഫാണെങ്കിലും നമ്മുടെ ജീവിതമാണെങ്കിലും ഏറ്റവും നന്നായിട്ട് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, എങ്ങനെ ദീനിയായി മറ്റുള്ളവരുടെ മുമ്പിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കാം എന്ന് തീരുമാനമെടുക്കേണ്ടവരാണ് നമ്മൾ. നമ്മുടെ ജീവിതം അല്ലാഹു തആല ഒരു പരീക്ഷണാർത്ഥം തന്നതാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ഖുർആന്റെ 67-ാമത്തെ സൂറത്ത് മുൽക്ക് 2-ാമത്തെ ആയത്താണ്. അള്ളാഹു പറയണ നിങ്ങളെ ടെസ്റ്റ് ചെയ്യാൻ തന്നതാണ്, നിങ്ങളെ പരീക്ഷിക്കാൻ, ടെസ്റ്റ് ചെയ്യാനാണ് ഞാൻ ഈ ജീവിതം തന്നത്. മരണവും തന്നത് അതിനാണ്. അള്ളാഹു നിങ്ങൾക്ക് മരണം തന്നു, ജീവിതവും തന്നു. എന്തിനാണ്? നിങ്ങളെ പരീക്ഷിക്കാൻ, ടെസ്റ്റ് ചെയ്യാൻ. എന്താണ് പരീക്ഷണം? നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുന്നത്, നല്ല മനുഷ്യന്മാരാരാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ക്യാമ്പസ് ലൈഫിൽ, നമ്മുടെ സ്കൂൾ ലൈഫിൽ കുറേ കുട്ടികൾ വളരെ മോശമായിട്ട് നമ്മുടെ ക്ലാസ്സിൽ ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാവും. നമ്മുടെ ക്ലാസ്സിൽ, നമ്മുടെ സ്കൂളിൽ, നമ്മുടെ കൂടെ പഠിക്കുന്ന കുട്ടികൾ വളരെ മോശമായിട്ടായിരിക്കും ചിലപ്പോൾ ഓരോ ലൈഫിലെ ഓരോ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു ബോധം ഉണ്ടാവില്ല. അപ്പം നമ്മളും അതിങ്ങനെ ഫോളോ ചെയ്ത് അവരുടെ കൂടെ ഇങ്ങനെ പോവുകയാണോ? അല്ല. നിങ്ങൾ ഈ ഒഴുകുന്ന വെള്ളം കണ്ടുകണോ? വെള്ളം ഇങ്ങനെ ഒഴുകിപ്പോവും. ഇപ്പോൾ പുഴകളൊക്കെ ഇങ്ങനെ, റിവറൊക്കെ ഇങ്ങനെ ഒഴുകുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലുമൊക്കെ വേസ്റ്റുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ആ വേസ്റ്റും അതിൻ്റെ കൂടെ ഇങ്ങനെ ഒഴുകിപ്പോവില്ലേ? പോകൂലേ? ഉണ്ട്. ഒരു ഡെഡ് ബോഡി ഒഴുകുന്ന വെള്ളത്തിൽ, ഒരു പുഴ ഇങ്ങനെ ഒഴുകുകയാണെന്ന് വിചാരിക്കുക, അതെങ്ങനെ ഫ്ലോയിൽ അങ്ങനെ പോവാണ്. അപ്പോൾ അതിലൊരു ഡെഡ് ബോഡി ഉണ്ടെന്ന് വിചാരിക്കുക. ആ ഡെഡ് ബോഡി തിരിച്ചിങ്ങനെ കരയിലേക്ക് ഇങ്ങനെ നീന്തി വരുമോ? ഇല്ല. അതും ആ ഒഴുകുന്ന വെള്ളത്തിൽ അങ്ങനെ പോകും. നമ്മൾ ഡെഡ് ബോഡികളാണെങ്കിൽ ഇതേപോലെ തന്നെ നമ്മുടെ ക്യാമ്പസിൽ അലമ്പ് കളിക്കുന്ന വളരെ നോട്ടി ആയിട്ടുള്ള, ക്രേസി ആയിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും. അവരുടെ മോശം സ്വഭാവത്തിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ നമ്മളും ഇങ്ങനെ അവരെ കൂടെ പോകും. എന്നാൽ നമ്മൾ നല്ല ആളുകളാണെങ്കിലോ, നമ്മൾ ജീവനുള്ള നല്ല ഫിസിക്കായിട്ടുള്ള ആളുകളാണെങ്കിലോ, നമുക്ക് ജീവനുണ്ട് എന്ന് വിചാരിക്കുക. നമ്മൾ മരിച്ചിട്ടൊന്നുമില്ല, ഡെഡ് ബോഡി ഒന്നുമല്ല, നമ്മൾ ജീവിക്കുന്ന ആളുകളാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ ആ ഒഴുക്കിനെതിരെ, അതിന് എഗെയിൻസ്റ്റായിട്ട് ഇങ്ങോട്ട് നീന്തുക വേണ്ടത്, സ്വിം ചെയ്യുക വേണ്ടത്. മനസ്സിലായോ? ആ ഒഴുക്കിൻ്റെ കൂടെ അങ്ങനെ പോവല്ല, അത് ഡെഡ് ബോഡികളാണ് പോവുക. നമ്മൾ ഡെഡ് ബോഡികളല്ല എങ്കിൽ, നമ്മൾ മയ്യത്തല്ല എങ്കിൽ, നമ്മുടെ ക്യാമ്പസുകളിലെ, സ്കൂളുകളിലെ മോശം കൾച്ചറിൻ്റെ കൂടെ ഇങ്ങനെ പോയി കൊടുക്കല്ല. നേരെ മറിച്ച് ആ സ്കൂളിൽ പഠിക്കുമ്പോൾ, ആ യൂണിവേഴ്സിറ്റികളിൽ, ആ ക്യാമ്പസുകളിൽ ഒക്കെ പഠിക്കുമ്പോൾ തന്നെ ഏറ്റവും നല്ല ഒരു ജീവിതം കാഴ്ചവെക്കാൻ നമുക്ക് ശ്രമിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെയൊക്കെ ലൈഫിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ട് നമുക്കറിയാം. നമ്മളൊക്കെ ഒരുപാട് വലിയ വലിയ ഡ്രീമുകൾ അച്ചീവ് ചെയ്യാനും ആ ഡ്രീം നേടിയെടുക്കാനൊക്കെ ആഗ്രഹിക്കുന്നവരാണ്, അതിനുവേണ്ടി ശ്രമിക്കുന്നവരാണ്. അതിലൊന്നും തെറ്റില്ല. നമുക്ക് വലിയൊരു ഡോക്ടർ ആവണം, എൻജിനീയർ ആകണം, അല്ലെങ്കിൽ വലിയൊരു ബിസിനസ്മാൻ ആകണം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ വലിയ എന്തെങ്കിലുമൊക്കെ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടിട്ടുണ്ടാവും. അതിനുവേണ്ടി ഇപ്പോൾ തന്നെ നമ്മൾ പ്രവർത്തിച്ച് തുടങ്ങുന്നുണ്ടാവും, ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടാവും, സ്ട്രഗിളും ചെയ്യുന്നുണ്ടാവും, നന്നായിട്ട് ശ്രമിക്കുന്നുണ്ടാകും. പക്ഷേ അത് ദീനിനെതിരല്ലെങ്കിൽ, നമ്മുടെ മതത്തിനെതിരല്ലെങ്കിൽ അതൊന്നും കുഴപ്പമില്ല. അതൊക്കെ നമുക്ക് നേടാം, അതൊക്കെ നമുക്ക് നേടിയെടുക്കാം. പക്ഷേ അതിനപ്പുറത്ത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഡ്രീം എന്ന് പറയുന്നത് എന്തായിരിക്കണം? നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഡ്രീം എന്തായിരിക്കണം? സ്വർഗം നേടുക എന്നുള്ളതാണ്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്നുള്ളതായിരിക്കണം. സഹോദരങ്ങളെ, വിദ്യാർത്ഥിനികളെ, സത്യം പറഞ്ഞാൽ അതിനു വേണ്ടിയിട്ടാണ് ഈ ടീൻ സ്പേസ്. നിങ്ങൾക്കറിയാലോ, ഇങ്ങനെ ഒരു ടീൻ സ്പേസ് സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. ഒരുപാട് ഹാർഡ് വർക്ക് അതിൻ്റെ പിന്നിലുണ്ട്. ഒരുപാട് ആളുകൾ കുറേ ദിവസം ഇരുന്ന്, ഒരുപാട് ഡേയ്സ് ഇരുന്ന് അവർ മീറ്റിംഗ് കൂടി ഇത്രയും കുട്ടികളെ ഇവിടെ എത്തിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ശ്രമങ്ങൾ നടന്നിട്ടുണ്ടാവും എന്നറിയോ? എന്തൊക്കെ ഹാർഡ് വർക്ക് നടന്നിട്ടുണ്ടാവും, എത്ര പേര് ശ്രമിച്ചിട്ടുണ്ടാവും. നിങ്ങൾ ഓരോരുത്തരെയും വിളിച്ച് നിങ്ങളുടെ പാരൻസിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി, കൺവിൻസ് ചെയ്ത് അവരെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു.
അങ്ങനെ ഓരോ കുട്ടികളെയും ഇവിടെ എത്തിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഈ ഡ്രഗ്സിനൊക്കെ അഡിക്റ്റായ എത്രയോ പയ്യന്മാരും പെൺകുട്ടികളും പുറത്തുണ്ട്. ഞാൻ ഒരൊറ്റ സംഭവം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. പെരിന്തൽമണ്ണ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് മലപ്പുറം ജില്ലയിലെ. അവിടെ ന്യൂ ഹോപ്പ് എന്ന് പറയുന്നൊരു ഡി അഡിക്ഷൻ സെൻ്റർ ഉണ്ട്. ന്യൂ ഹോപ്പ് ഡി അഡിക്ഷൻ സെൻ്ററാണ്. ഈ ഡ്രഗ്സിന് അഡിക്റ്റായ കുട്ടികളെ, ഡ്രഗിന് അഡിക്റ്റായ അല്ലെങ്കിൽ പോൺസിനൊക്കെ അഡിക്റ്റായ കുട്ടികൾ അവിടെ കൊണ്ടുപോയിട്ടാണ് പാർപ്പിക്കുക. കുട്ടികൾ എന്നല്ല. അപ്പോൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു ദിവസം അവിടെ ക്ലാസ് എടുക്കാൻ വേണ്ടി പോയി. കുറേ വർഷങ്ങൾക്ക് മുമ്പ്. അന്ന് എൻ്റെ മുമ്പിലിരിക്കുന്ന ആൾക്കാർ മുഴുവൻ കുറേ പ്രായമുള്ള മനുഷ്യന്മാർ, കുറേ വയസ്സായിട്ടുള്ള ആൾക്കാർ, ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ. ഈ അടുത്ത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ അവിടെ ക്ലാസ് എടുക്കാൻ വേണ്ടി പോയി. ഒരു അവസരം കിട്ടിയപ്പോൾ അന്ന് പോയപ്പോൾ ഇതാ എൻ്റെ മുമ്പിലിരിക്കുന്ന ടീനേജിലുള്ള ഈ പ്രായത്തിലുള്ള 8ാം ക്ലാസ്, 9ാം ക്ലാസ്, 10th സ്റ്റാൻഡേർഡ്, +1, +2 ഈ പ്രായത്തിലുള്ള ആൺകുട്ടികൾ അവിടെ. അതിൽ ഖുർആൻ ഹിഫ്ളാക്കിയ കുട്ടികൾ പോലും ഉണ്ട്. അപ്പോൾ MDMA, കഞ്ചാവ്, സിഗരറ്റ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾക്ക് അഡിക്റ്റായ കുട്ടികൾ. അതേപോലെ തന്നെ പോൺ വീഡിയോ കണ്ടിട്ട് അതിൽ നിന്ന് തിരിച്ചു വരാൻ കഴിയാത്ത കുട്ടികൾ. അതേപോലെ തന്നെ ലവ് അഫെയറിൽ അഡിക്റ്റായി പോയ കുട്ടികൾ, സൂയിസൈഡ് അറ്റംപ്റ്റുള്ള കുട്ടികൾ. ഇവരൊക്കെ ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ ഇങ്ങനെ ആ സ്ഥാപനത്തിൻ്റെ മുന്നിൽ കുറച്ച് പെൺകുട്ടികളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അവിടുത്തെ ആൾക്കാരോട് ചോദിച്ച്, ഇതെന്താണ് ഈ ഗേൾസ് ഇവിടെ, നിങ്ങളുടെ പ്രായമുള്ള പെൺകുട്ടികൾ? അപ്പോൾ അവർ പറയണേ, നമ്മൾ ഗേൾസിന് ഇവിടെ സൗകര്യം ഒരുക്കണ്ട എന്ന് ഒരുപാട് ആഗ്രഹിച്ചതാണ്, വേണ്ടാന്ന് വിചാരിച്ചതാണ്. പക്ഷേ സിറ്റുവേഷൻ വളരെ മോശമാണ്, നിർബന്ധിതമായി ചെയ്യേണ്ടി വന്നാണ്. നിങ്ങളുടെ ഈ പ്രായത്തിലുള്ള പെൺകുട്ടികൾ 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലൊക്കെ +1, +2 പ്രായത്തിലുള്ള പെൺകുട്ടികൾ അവിടെ ഇരിക്കുകയാണ്. അവരുടെ പാരൻസ് കൂടെ ഉണ്ട്. അപ്പം ഞാൻ അന്വേഷിച്ചപ്പോൾ പറയാണ്, MDMA ഉപയോഗിച്ച കുറേ കുട്ടികളാണ് ഇതിലുള്ളത്. കഞ്ചാവ് +2 പഠിക്കുമ്പോൾ, +1 പഠിക്കുമ്പോൾ കഞ്ചാവ് ഡീൽ ചെയ്യുന്ന, കഞ്ചാവ് കുട്ടികൾക്ക് എത്തിച്ചു കൊടുക്കുന്ന, അത് കച്ചവടം ചെയ്യുന്ന പെൺകുട്ടികളുണ്ട് അവിടെ. പാരൻസ് ഇത് അറിഞ്ഞപ്പോൾ ഒരു അവസ്ഥയില്ലാതെ അവസാനം ഗതി കെട്ടിട്ട് അവിടെ കൊണ്ടുവന്ന് ആക്കിയതാണ്. ആ കുട്ടികൾ എന്തെങ്കിലുമൊക്കെ ചെയ്യോ, സെൻസിറ്റീവായിട്ട് അവരെന്തെങ്കിലുമൊക്കെ വെയിൻ കട്ട് ചെയ്യോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ടാബ്ലറ്റ് കുടിച്ചിട്ട് ലൈഫ് ഇല്ലാതാക്കുമോ എന്നൊക്കെ പേടിച്ചിട്ട് ഉമ്മയും ഉപ്പയും അവരുടെ കൂടെ വന്ന് നിന്നൊടുക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു കുട്ടീനെ ടീൻ സ്പേസിലേക്ക് കൊണ്ടുവരുമ്പോൾ, ഒരു ഉമ്മയും ഉപ്പയും കൂടെ വരുമ്പോൾ ഉമ്മാൻ്റെ ഉപ്പാൻ്റെയൊക്കെ മനസ്സിൽ എത്ര സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. ഓ, എൻ്റെ കുട്ടി ഇങ്ങനെ ഒരു ക്ലാസ്സിൽ വന്ന് കിട്ടിയല്ലോ, നല്ലൊരു കാര്യം. പക്ഷേ ഒരു മോള് അല്ലെങ്കിൽ ഒരു മോൻ അവിടെ നിൽക്കുമ്പോൾ ഉമ്മയും ഉപ്പയും അവരുടെ കൂടെ വന്നിട്ട് ആ 21 ഡേയ്സ് അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ആ ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും മനസ്സിൽ സമാധാനം ഉണ്ടാവുക, സങ്കടമാണ് ഉണ്ടാവുക, ദുഃഖമാണ് ഉണ്ടാവുക. ദുഃഖല്ലേ? എന്തിനാണ് ഇപ്പോൾ മോളെ അങ്ങോട്ട് കൊണ്ടുവന്നത്? എന്തിനാണ് മോനെ അങ്ങോട്ട് കൊണ്ടുവന്നത്? സിഗരറ്റിനും കഞ്ചാവിനും MDMA ഒക്കെ അഡിക്റ്റ് ആയതുകൊണ്ട്, ഒരു വഴിയും ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. നമുക്ക് അള്ളാഹു തന്ന വലിയൊരു സൗഭാഗ്യമാണിത്. ഇതിലേക്കൊന്നും പോകരുത്, ഇതൊക്കെ അപകടം പിടിച്ച കാര്യങ്ങളാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു അവസരം പടച്ചോൻ തന്നു. നല്ലൊരു ചാൻസ്, ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി, ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി, ഒരു സുവർണമായ അവസരം പടച്ചോൻ നമുക്ക് തന്നു. ഈ ടീൻ സ്പേസിലൂടെ ഇവിടെ വന്നിരിക്കാനും ഒരുപാട് സെഷനുകൾ കേൾക്കാനും അതിലൂടെ ലൈഫിൽ ചില ചേഞ്ചിങ് മൊമെൻറ്റ്സ് ഉണ്ടാക്കി കൊണ്ടുവരണം എന്നൊക്കെയുള്ളൊരു തോന്നൽ, ഒരു ഫീലെങ്കിലും, അങ്ങനത്തെ ഒരു സ്പാർക്കെങ്കിലും നമുക്ക് കിട്ടാൻ ഈ ടീൻ സ്പേസ് കാരണമായില്ലേ? ഈ ടീൻ സ്പേസിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച, ഹാർഡ് വർക്ക് ചെയ്ത, ഇതിൻ്റെ മീറ്റിങ്ങിൽ ഇരുന്ന ആളുകൾക്ക് എത്ര കൂലി കിട്ടുന്നുണ്ടാവും? ഇന്നത്തെ ടീൻ സ്പേസ് കഴിഞ്ഞു പോകുമ്പോൾ ഒരു കുട്ടി അവരുടെ ലൈഫിൽ നിന്ന് ഒരു തിന്മ ഒഴിവാക്കി ഒരു നന്മ ലൈഫിലേക്ക് കൊണ്ടുവന്ന് ആഡ് ചെയ്തു, ഒരു തിന്മ അവർ ഡിലീറ്റ് ചെയ്തു. അങ്ങനെയെങ്കിൽ എത്ര കൂലി അവർക്ക് കിട്ടുന്നുണ്ടാവും ഇതിനു വേണ്ടി പ്രവർത്തിച്ച ആളുകൾക്ക്? നാളെ ഇങ്ങനെ ഒരു ടീൻ സ്പേസ് അടുത്ത ജനറേഷന് വേണ്ടി സംഘടിപ്പിക്കേണ്ട ആളുകളാണ് നിങ്ങൾ. നമ്മളൊക്കെ അടുത്തൊരു ജനറേഷൻ വരുമ്പോൾ ഇവിടെ ടീൻ സ്പേസ് സംഘടിപ്പിക്കേണ്ട, ഓർഗനൈസ് ചെയ്യേണ്ട ഉത്തരവാദിത്തമുള്ള ആളുകളാണ് നമ്മൾ. അതുകൊണ്ട് ഇത് ഭയങ്കര ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് പടച്ചോൻ്റെ അടുത്തുനിന്ന്, അള്ളാൻ്റെ അടുത്തുനിന്ന് ഒരുപാട് റിവാർഡ് നേടിയെടുക്കാൻ, ഒരുപാട് പ്രതിഫലം നേടാൻ സഹായിക്കുന്ന ഒരു കാര്യമായിട്ട് നിങ്ങളിതിനെ കാണണം. നമ്മുടെ നീയത്തൊരിക്കലും മാറരുത്. എൻ്റെ ഉമ്മ കമ്പൾസ് ചെയ്തത് കൊണ്ടാണ്, എൻ്റെ ഉപ്പ നിർബന്ധിച്ചത് കൊണ്ടാണ് ഞാനിവിടെ വന്നത്, അങ്ങനെ ഇവിടെ ഇരിക്കേ ചെയ്യരുത്. നിങ്ങളുടെ ലക്ഷ്യം തെറ്റേ ചെയ്യരുത്. കാരണം നമ്മൾ ചെയ്യുന്ന ഓരോ അമലും, ചെയ്യുന്ന ഓരോ നന്മയും അള്ളാഹ് സ്വീകരിക്കണമെങ്കിൽ 2 കണ്ടീഷൻസ് ഉണ്ട്.
2 കണ്ടീഷൻസ് ഉണ്ട്. അതിലൊന്നെന്താ? ഇഖ്ലാസ്, സിൻസിയോറിറ്റി ഉണ്ടാവണം, ആത്മാർത്ഥത ഉണ്ടാവണം. അള്ളാൻ്റെ അടുത്ത് നിന്നുള്ള കൂലി കിട്ടണം എന്നുള്ള നല്ല നീയത്തിലാകണം, റബ്ബിൻ്റെ അടുത്ത് നിന്ന് പ്രതിഫലം കിട്ടണം എന്നുള്ള നല്ല നീയത്തിലാകണം നമ്മൾ ഓരോരുത്തരും ഇവിടെ ഇരിക്കേണ്ടത്. അള്ളാഹുവും അവൻ്റെ റസൂലും പഠിപ്പിച്ച രീതിയിലുമായിരിക്കണം. അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം മാറാതെ, നമ്മുടെ പർപ്പസ് മാറിപ്പോകാതെ, നമ്മുടെ ജീവിതത്തിന് വലിയ ഉദ്ദേശമുണ്ട്, വലിയ ലക്ഷ്യങ്ങളുണ്ട്, അതുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. സർവ്വലോക രക്ഷിതാവായ അള്ളാഹു ഈ ഒരു ടീം സ്പേസ് നമ്മുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചുകൾ കൊണ്ടുവരാനുള്ള, ഒരു വലിയ സ്പാർക്ക് ഉണ്ടാക്കാനുള്ള, ഒരു സീ ചേഞ്ചിന് ഇത് ഹെൽപ്പ് ചെയ്യട്ടെ. വലിയൊരു മാറ്റത്തിന് ഈ ടീം സ്പേസ് കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. റബ്ബനാ തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.